ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വർഷത്തെ പെന്തക്കോസ്തയ്ക്ക് ഒരുക്കമായിട്ടുള്ള ധ്യാന ശുശ്രൂഷകളിലേക്ക് ഇന്നു മുതൽ നമ്മൾ പ്രവേശിക്കുകയാണ്. ഷെക്കേന ന്യൂസിലൂടെ പരിശുദ്ധാത്മാവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഡുനാമിസ് പവർ ഈ ധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. 2023 പെന്തക്കോസ്ത തിരുനാൾ ഈ കാലഘട്ടത്തിൽ തിരുസഭയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കെല്ലാം ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് തൻ്റെ സഭയ്ക്ക് നൽകുന്ന പെന്തക്കോസ്തയാണ്. ഇന്ന് നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം പരിശുദ്ധാത്മാവ് തരുന്ന പെന്തക്കോസ്തയുടെ ശക്തിയാണ്. ഈ പെന്തക്കോസ്ത തിരുനാളിനായി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ദർശനം നമുക്കുണ്ടാകട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ ഇതുപോലെ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചവരാണ്. എന്നാൽ ഇത് വെറും ഒരു ചടങ്ങും എല്ലാ വർഷവും ചെയ്യുന്നതുപോലെ ഈ വർഷവും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു എന്നുള്ള ആ നിസ്സംഗതയെല്ലാം മാറ്റിക്കളഞ്ഞ് ഈ നാളുകളിൽ പെന്തക്കോസ്തയുടെ ശക്തിയാൽ നമ്മൾ നിറയപ്പെടേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് അതിന് അർജൻസി മനസ്സിലാക്കി ഏറ്റവും ഒരുക്കത്തോടെ യോഗ്യതയോടെ ഇന്നു മുതൽ ആരംഭിക്കുന്ന പെന്തക്കോസ്തയ്ക്ക് ഒരുക്കമായ ഈ ഡുനാമിസ് പവർ ധ്യാന ശുശ്രൂഷകളിൽ ഒരു കുടുംബമായി നമുക്കെല്ലാവർക്കും പങ്കുകൊള്ളാം. ശ്രീ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം പറയാണ്, ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് കർത്താവ് അരുളി ചെയ്ത്, എന്താ അരുളി ചെയ്തത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ഈ നാളുകളിൽ പെന്തക്കോസ്തയുടെ ശക്തിയാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളോടാണ് ഈ വചനം കർത്താവ് ആവർത്തിക്കുന്നത്. നമ്മുടെ സമൂഹങ്ങളോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. പരിശുദ്ധാത്മാവ് നൽകുന്ന നവമായ അഭിഷേകം ഏറ്റെടുക്കുക. പെന്തക്കോസ്തയുടെ ശക്തിയിൽ നിറയപ്പെടുവാൻ നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. ആദിമ സഭയിൽ വെളിപ്പെട്ട അതേ പരിശുദ്ധാത്മ ശക്തി ഈ കാലഘട്ടത്തിന് ചേർന്ന വിധം നമ്മുടെ സഭയിലൂടെ വെളിപ്പെടുവാൻ, നമ്മുടെ ജീവിതങ്ങളിലൂടെ വെളിപ്പെടുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഒന്നിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ തിരുവചനം, ഇതാ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. എന്റെ സഹോദരങ്ങളെ, ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. ഇറ്റ്സ് എ കമാൻഡ്. ഇന്ന് നമ്മോട് ഓരോരുത്തരോടുമാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുന്നത്. ഈ 10 ദിനങ്ങൾ നമ്മൾ ഏറെ പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നവമായ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി, പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി, ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ ആവശ്യമായ അതിസ്വാഭാവിക കൃപകൾക്ക് വേണ്ടി ഈ 10 ദിനങ്ങൾ ഒന്നിച്ച് ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. സഹോദരങ്ങളെ, നിസ്സാരമായ ആരും
ഈ ആത്മീയ ഒരുക്കത്തെ കാണരുതേ. വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ നമുക്കൊന്നിച്ച് ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ പട്ടണം വിട്ടു പോകരുത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. പരിശുദ്ധാത്മ ശക്തി നിങ്ങൾ ഏറ്റെടുക്കുക. പരിശുദ്ധാത്മ അഭിഷേകത്താൽ പൂരിതരാകുക. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ ഉജ്ജ്വലിക്കുക. കർത്താവിന്റെ ഈ വചനം നമ്മുടെ ചങ്കിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ പോവാണ്. ആദിമ സഭയുടെ ചൈതന്യം പരിശുദ്ധാത്മാവിന്റെ ചൈതന്യമായിരുന്നു. ആദിമ സഭയുടെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരുന്നു. ആദിമ സഭയുടെ വളർച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലുള്ള വളർച്ചയായിരുന്നു. ഈ കാലഘട്ടത്തിലെ സഭയ്ക്കും ഇത് തന്നെയാണ് ആവശ്യം. ഇന്ന് സഭ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് നൽകുന്ന പുതിയ പെന്തക്കോസ്തയാണ്. ഹല്ലേലൂയ. ഈ ഒരു അനോയിന്റിങ്ങിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ അഭിഷേകത്തിന്റെ ഓവർഫ്ലോ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, നമ്മുടെ സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, സഭ മുഴുവനിലേക്ക് വ്യാപരിക്കട്ടെ, ലോക ജനതയിലേക്ക് അത് വ്യാപരിക്കട്ടെ. ഒരു നിമിഷമായിരിക്കുന്നിടത്ത് നമ്മൾ എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധനായ ജോൺ 23-ാമൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് എല്ലാവരും തുറന്നു പിടിച്ച് പരിശുദ്ധാത്മാവേ, എല്ലാവരും ഒന്നിച്ച് സ്നേഹത്തോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ഒരു പുതിയ പെന്തക്കോസ്തയായി ഞങ്ങളുടെ നാളുകളിൽ ആവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ഒരു പുതിയ പെന്തക്കോസ്തയായി സഭയിൽ ആവർത്തിക്കണമേ. ഈ തലമുറയിൽ ആവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ഒരു പുതിയ പെന്തക്കോസ്തയായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, ലോകം മുഴുവനിലോ ആവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നവമായ പെന്തക്കോസ്തയുടെ കാറ്റ്, പെന്തക്കോസ്തയുടെ തീ, പെന്തക്കോസ്തയുടെ ശക്തി ഞങ്ങളിലെല്ലാം നിറയപ്പെടുവാൻ ഞങ്ങൾ ഒന്നിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആദിമ സഭയുടെ ചൈതന്യത്തിലേക്ക്, ആദിമ സഭയുടെ ഉണർവിലേക്ക് ഇന്നത്തെ സഭയെ നയിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, കാലഘട്ടത്തിന് അഭിഷേകത്തിനായി ഞങ്ങൾ ഉണർത്തണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ച് ഒരു മനസ്സോടെ വിളിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്നേഹത്തോടെ വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. കാലഘട്ടത്തിന് അഭിഷേകമായി പെന്തക്കോസ്തയുടെ തീയായി ഞങ്ങളിലേക്ക് വരണമേ. സഭയിലേക്ക് വരണമേ. കുടുംബങ്ങളിലേക്ക് വരണമേ. Come Holy Spirit. ആമേൻ. പരസ്പരം കരങ്ങൾ കോർത്തു പിടിച്ച് നമ്മൾ ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് കരങ്ങൾ ഒന്നിച്ച് കോർത്തു പിടിച്ച് ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുന്നു. Come Holy Spirit. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ, തന്നിടും നിന്നെ പൂർണ്ണമായി നാഥാ നിൻ സന്നിധിയിൽ. ആദിമ സഭയുടെ ചൈതന്യത്തിലേക്ക് പരിശുദ്ധാത്മാവേ ഞങ്ങളെ മടക്കിക്കൊണ്ടുവരണമേ, ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരണമേ. ഹോളി സ്പിരിറ്റ്, നാഥാ നിൻ സന്നിധിയിൽ. പെന്തക്കോസ്ത നാളിൽ ശക്തമായി വീശി ആത്മാവിൻ കാറ്റയക്കൂ, പണ്ടത്തെ പോലെ
ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുവാൻ. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ കൃപ തരണമേ. ആദ്യ പെന്തക്കോസ്തയിൽ വീശിയടിച്ച അഭിഷേകത്തിന്റെ കാറ്റ് ഈ നാളുകളിൽ സഭ മുഴുവനിലും ആഞ്ഞടിക്കട്ടെ. ആത്മാവേ, പെന്തക്കോസ്ത നാളിൽ ശക്തമായി വീശി ആത്മാവിൻ കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും കോർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാനി തന്നിടണേ. ആമേൻ ആമേൻ. തന്നിടുന്നെന്നെ പൂർണ്ണമായി ഇന്ന് നാദാനി സന്നിധി. ചങ്ക് തുറന്ന് വിളിച്ച പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആമേൻ ആമേൻ ആമേൻ. തന്നിടുന്നെന്നെ പൂർണ്ണമായി ഇന്ന് നാദാനിൻ സന്നിധിയിൽ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാനി തന്നിടണേ. ആത്മാവേ, ആദിമ സഭയുടെ ശക്തിയിലേക്ക്, ചൈതന്യത്തിലേക്ക്, അഭിഷേകത്തിലേക്ക് ഈ കാലഘട്ടത്തിന് സഭയെ നയിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, സമൂഹങ്ങളെ പരിശുദ്ധാത്മാവെ നയിക്കണമേ. സഭ മുഴുവനിലും പെന്തക്കോസ്തയുടെ തീക്കാറ്റ് കത്തിപ്പടരട്ടെ, ആഞ്ഞടിക്കട്ടെ. പരിശുദ്ധാത്മാവേ, കരങ്ങളെ സ്വതന്ത്രമായി ഉയർത്തിപ്പിടിച്ച്, സ്വതന്ത്രമായി ഉയർത്തിപ്പിടിച്ച് ഒന്നിച്ചൊരു മനസ്സോടെ നമ്മൾ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. നവമായ പെന്തക്കോസ്ത ഈ കാലഘട്ടത്തിന് ആവശ്യമായ പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ കൃപാവരങ്ങൾ ഞങ്ങളിലേക്ക് പകരണമേ. സഭ മുഴുവനിലേക്ക് പകരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആദിമ സഭയുടെ ചൈതന്യത്തിലേക്ക്, പരിശുദ്ധാത്മ ശക്തിയിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ടുവരണമേ. റുഹായേ, റുഹായേ, റുഹായേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധമ്മ മാതാവേ, സഭ മുഴുവനിലും പെന്തക്കോസ്തയുടെ തീക്കാറ്റ് ആഞ്ഞടിക്കുവാൻ ഈ കാലഘട്ടത്തിന് ആവശ്യമായ വീര്യമുള്ള പുതിയ വീഞ്ഞിനാൽ സഭ മുഴുവൻ നിറയപ്പെടുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശ്വസേ പിതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അല്പസമയം കൂടെ കർത്താവിന്റെ സന്നിധിയില് നമ്മൾ സഭയുടെ ഒഫീഷ്യൽ പ്രയർ, തിരുസഭ സിരിട് കൂടുന്ന നിമിഷങ്ങളിൽ, സഭയുടെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ വിളിച്ച് സഭ പ്രാർത്ഥിക്കുന്ന വളരെ ഒഫീഷ്യലായൊരു പ്രാർത്ഥനയാണിത്. ഈ 10 ദിനങ്ങളിലും നമുക്കൊന്നിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മൾ പ്രകാരം പ്രാർത്ഥിക്കുകയാണ്. സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ, സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ, വരിക വരിക. പ്രഭാപൂർണമായ പ്രഭാപൂർണമായ അങ്ങയുടെ അങ്ങയുടെ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് എഴുന്നള്ളി വരിക, എഴുന്നള്ളി വരിക. ഞങ്ങളുടെ ആത്മാവിൽ വസിച്ച് ഞങ്ങളുടെ ആത്മാവിൽ ആവസിച്ച് അങ്ങയുടെ അങ്ങയുടെ സ്വന്തമായി സ്വന്തമായി ഞങ്ങളെ മാറ്റുക, ഞങ്ങളെ മാറ്റുക. നിത്യസഹായകനായ നിത്യസഹായകനായ അങ്ങ് അങ്ങ് ഉന്നതങ്ങളിൽ നിന്നുള്ള ദൈവത്തിന്റെ ശ്രേഷ്ഠദാനമാണ്, ദൈവത്തിന്റെ ശ്രേഷ്ഠദാനമാണ്. അങ്ങയുടേത് അങ്ങയുടേത് സർവവ്യാപകമായ സർവവ്യാപകമായ അധികാരത്തിന്റെ നാവാണ്, അധികാരത്തിന്റെ നാവാണ്. ജീവനദിയേ, ജീവനദിയേ, മാധുര്യമുള്ള അഭിഷേകമേ, മാധുര്യമുള്ള അഭിഷേകമേ, ജീവാഗ്നിയേ, ജീവാഗ്നിയേ, സത്യസ്നേഹമേ, സത്യസ്നേഹമേ, 7 വിധ കൃപകളിൽ ഏഴുവിധ കൃപകളിൽ പൂരിതമായ
പൂരിതനായവനെ പൂരിതനായവനെ ദൈവത്തിന്റെ വലതു കൈയുടെ ദൈവത്തിന്റെ വലതുകൈയുടെ വിരൽ സ്പർശമേ വിരൽ സ്പർശമേ സംസാരിക്കാനും ഗ്രഹിക്കാനും എളിയവരെ പഠിപ്പിക്കുന്ന അവിടുത്തെ വാഗ്ദാനമേ അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങളുടെ അന്തരംഗത്തെ നയിക്കണമേ. സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ഒരിക്കലും വീര്യം കുറയാത്ത അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളുടെ മർത്യ ശരീരങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ഭയാനക ശത്രുക്കളെ ദൂരെ അകറ്റണമേ. യഥാർത്ഥ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധ ചിറകുകൾക്ക് കീഴിൽ ഞങ്ങളെ എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ. അങ്ങയിലൂടെ ഞങ്ങൾ പിതാവിനെയും പുത്രനെയും അറിയട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ. അല്പം ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. നമ്മളെല്ലാവരും ശാന്തമായി സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ട് അയക്കാം. ഈ സമയം ആരും ആ നമ്പറിൽ വാട്സപ്പ് കോൾ ചെയ്യരുത്, കാരണം ഇപ്പോൾ നമ്മുടെ ഓഫീസ് ടൈം അല്ല. നിങ്ങളുടെ അഭിഷേകത്തിൽ വളരുവാൻ, ആത്മീയമായി ഉയർച്ച ലഭിക്കുവാൻ, കാലഘട്ടത്തിന് ആവശ്യമായ അതിസ്വാഭാവിക കൃപകൾ സ്വീകരിക്കുവാൻ നമ്മൾ ഈ വാട്സപ്പിലേക്ക് നമ്മൾ അയക്കേണ്ടത് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളെക്കാൾ ഉപരി നമ്മുടെ ആത്മീയമായ ആവശ്യങ്ങളാണ്. നിങ്ങൾ അഭിഷേകത്തിലും കൃപയിലും വചനത്തിലും അതുപോലെ പ്രാർത്ഥനയിലൊക്കെ വളരാൻ, പൂരിതമാകാൻ ആഗ്രഹമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ ആ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഈ ദിനങ്ങളിൽ ഒന്നിച്ച് ഷെക്കേനയുടെ ഈ ന്യൂസ് മീഡിയയിലെ നമുക്ക് 24 മണിക്കൂറും പരിശുദ്ധ കുർബാനയുടെ ആരാധന ഉയരുകയാണ്. ദൈവസന്നിധിയിൽ ഈ നിയോഗങ്ങളെല്ലാം വെച്ച് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പെന്തക്കൊസ്സയ്ക്കായി ഒരുങ്ങുമ്പോൾ ഈ പെന്തക്കൊസ്സയുടെ ആത്മീയ അർത്ഥം കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് പെന്തക്കൊസ്ത? പെന്തക്കൊസ്ത എന്നുള്ള വാക്കിനർത്ഥം 50-ാം ദിനം, അത് 50 എന്നുള്ള അർത്ഥമാണ്. യഹൂദരുടെ ഇടയിൽ അവർ ആചരിച്ചിരുന്ന 7 പ്രധാന തിരുനാളുകളുണ്ട്. ആ 7 തിരുനാളുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു തിരുനാളായിരുന്നു ആദ്യ ഫലങ്ങളുടെ തിരുനാൾ. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ പറ്റും. അതിന് മറ്റൊരു പേരാണ് കൊയ്ത്തിൻ്റെ തിരുനാൾ, പെന്തക്കൊസ്ത തിരുനാൾ. ഈ പെന്തക്കൊസ്ത തിരുനാളിലാണ് സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നത്, ശിഷ്യ സമൂഹത്തിൽ ആവസിച്ചത്. ആദ്യ പെന്തക്കൊസ്ത സംഭവിച്ചത് സഭയിൽ, സഭ രൂപം കൊള്ളുന്നത്. ഇപ്പോൾ ക്രൈസ്തവർക്കും ഈ പെന്തക്കൊസ്ത വലിയൊരു തിരുനാളാണ്. ഇന്ന് സാർവത്രിക സഭയിൽ വലിയ തിരുനാളാണ്, പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ് പെന്തക്കൊസ്ത ദിനം, പെന്തക്കൊസ്ത തിരുനാൾ. അവിടെ 23-ാം അധ്യായം 15-16 വചനങ്ങളിൽ ഈ പെന്തക്കൊസ്ത തിരുനാളിൻ്റെ ആ പ്രവചനാത്മകമായ പഴയ നിയമത്തിലെ വചനത്തിൻ്റെ പൊരുളുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സാബത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ, അതായത് നീരജനത്തിനായി കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ 7 പൂർണ്ണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം. കർത്താവ് തന്റെ ജനത്തോട് പറയുകയാണ്, 7 പൂർണ്ണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം. നമുക്കറിയാം 7 × 7 എത്രയാണ്? 49 ആണ്. 7 പൂർണ്ണമായ ആഴ്ചകൾ എന്ന് പറയുന്നത് 49 ദിനങ്ങളാണ്, 49 ദിവസങ്ങളാണ്.
വീണ്ടും 16-ാം വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. ഏഴാമത്തെ സാപത്തിന്റെ പിറ്റേ ദിവസം, ഏഴാമത്തെ സാപത്തിന്റെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ 49 ദിനങ്ങൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്താണ്? അത് 50-ാം ദിനമാണ്. 50th ഡേ ആണ്. 50-ാമത്തെ ദിവസമാണ്. ഈ 50-ാം ദിവസം, അതായത് അവിടെ വചനത്തിൽ കാണുന്നുണ്ട് 50-ാം ദിവസം, കർത്താവിന് പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ധാന്യബലി അർപ്പിക്കണം. നിങ്ങൾ ധാന്യബലി അർപ്പിക്കണം. പഴയ നിയമത്തിൽ പെന്തക്കോസ്ത് തിരുനാൾ ആചരിക്കേണ്ട ആചരണ രീതിയെക്കുറിച്ച് കർത്താവിൻ്റെ ആത്മാവ് തൻ്റെ ജനത്തിന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിന് പൂർത്തീകരണവും നിവൃത്തിയുമാണ് സെഹിയോൻ ഊട്ടുശാലയിൽ നമ്മൾ കാണുന്നത്. മാർക്കോസിൻ്റെ മാളിക മുറി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സെഹിയോൻ ഊട്ടുശാലയിൽ ഈ വചനത്തിൻ്റെ നിവൃത്തിയാണ് സംഭവിക്കുന്നത്. അവിടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആ 10 ദിനങ്ങൾ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് തുറന്നുള്ള ദിനങ്ങൾ നമ്മളത് കാണുകയും പഠിക്കുകയും ചെയ്യും. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുതെന്നുള്ള കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മമാതാവിൻ്റെ നേതൃത്വത്തിൽ ശിഷ്യ സമൂഹം സെഹിയോൻ ഊട്ടുശാലയിൽ അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അവിടെ പറയുന്നുണ്ട് അത് എങ്ങനെ സമർപ്പിക്കാനാണ് പറയുന്നത്. ആ 16-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് ആ വചനം ഒന്ന് വായിച്ച് അതിൻ്റെ അവസാന ഭാഗത്ത്, കർത്താവിന് പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ധാന്യബലി അർപ്പിക്കണം. പുതിയ ധാന്യങ്ങളായി ആ 120 പേര് 10 ദിനങ്ങൾ അവർ സമർപ്പണത്തോട് ഒരുങ്ങുകയാണ്. ഒരു പുതിയ ധാന്യബലിയായി അവർ തങ്ങളെ തന്നെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ പെന്തക്കോസ്തയുടെ അനുഭവത്തിന് വേണ്ടി. കർത്താവിൻ്റെ വാഗ്ദാനം അവരിൽ നിറവേറപ്പെടുവാൻ പരിശുദ്ധാത്മ ശക്തിയാലും പരിശുദ്ധാത്മ അഭിഷേകത്താലും പരിശുദ്ധാത്മാവിൻ്റെ ജീവനുള്ള സാന്നിധ്യത്താലും തങ്ങൾ നിറയപ്പെടുവാൻ അവരെ തന്നെ ഒരുക്കിക്കൊണ്ട് തങ്ങളെ തന്നെ കർത്താവിനായി ഏൽപ്പിച്ച് 10 ദിനങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിനോടൊപ്പം അവർ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 3, 4, 5 വചനങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം എന്താ പറയുന്നത്? കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം നേരെ കർത്താവ് പിതാവിൻ്റെ അരികിലേക്ക് പോവല്ലേ ചെയ്തത്. 40 ദിനരാത്രങ്ങൾ 40 ദിവസങ്ങൾ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ കർത്താവ് നടക്കുകയാണ്. അവരെ വീണ്ടും പഠിപ്പിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളാലും വചനം സ്ഥിരീകരിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം ഈ 40 ദിനങ്ങൾ വീണ്ടും കർത്താവ് അവരൊരുക്കിയത് ഈ പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടിയാണ്. പരിശുദ്ധാത്മ ശക്തിയാൽ അവർ നിറയപ്പെടുവാൻ വേണ്ടിയാണ്. താൻ വിളിച്ചവർക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ലഭിക്കാൻ വേണ്ടിയാണ്. 3-ാമത്തെ വചനം വായിച്ച്, പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ച് യേശു അവരെ പ്രബോധിപ്പിക്കുകയാണ്. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. എത്ര അത്ഭുതകരമായ കർത്താവിൻ്റെ കരുതലാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത്. 4-ാമത്തെ തിരുവചനം പഠിപ്പിക്കുന്നു, അങ്ങനെ അവർ ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു. കണ്ടു, കർത്താവ് കൽപ്പിക്കുകയാണ്. കർത്താവ് സംസാരിച്ചു എന്നല്ല വചനം പറയുന്നത്. കർത്താവ് അവരോട് പറഞ്ഞു എന്നല്ല പറയുന്നത്. ഇറ്റ്സ് എ കമാൻഡ്. കർത്താവ് കൽപ്പിക്കുകയാണ്. നമുക്കറിയാം, കൽപ്പന പുറപ്പെടുവിച്ചാൽ പിന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. നമ്മൾ അനുസരിച്ചേ മതിയാകും. അത്രയും പ്രധാനപ്പെട്ടതാണത്. കർത്താവ് എന്താണ് അവരോട് കൽപ്പിച്ചത്? നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ, കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പട്ടണം വിട്ടു പോകരുത്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. ഈ വചനം, ഈ കൽപ്പന അവരെ അനുസരിക്കാനാണ് ആ 10 ദിനങ്ങൾ അവർ കാത്തിരിപ്പോടെ പ്രാർത്ഥനയിൽ മുഴുകിയത്.
പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി, പുതിയ ആ പന്തക്കോസ്തയുടെ ശക്തിയാൽ അവർ പൂരിതരാകാൻ വേണ്ടി, കർത്താവിനെ ധീരമായി സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി, കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർണ്ണമായ അളവിൽ അവർക്ക് മനസ്സിലായിട്ടല്ല. അവർ കർത്താവിനെ അനുസരിച്ചപ്പോൾ അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയുന്ന അനുഭവം ഉണ്ടായി. 5-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഇത് കർത്താവിന്റെ പ്രോമിസ് ആണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പൂരിതരാകും. സ്പിരിറ്റ് ബാപ്റ്റിസം. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടും. പരിശുദ്ധാത്മ ശക്തിയാൽ നിങ്ങളെല്ലാം പുതുക്കപ്പെടും. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ജീവനുള്ള തീ സാന്നിധ്യം അനുഭവിക്കുന്നവരാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മെ നോക്കിക്കൊണ്ടാണ് ഈ വാഗ്ദാനം കർത്താവ് ആവർത്തിക്കുന്നത്. ഈ 2023 പെന്തക്കോസ്തയ്ക്കായി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ വചനം നമ്മൾ ആരും മറന്നു പോകരുതേ. നമുക്ക് ആർക്കും ഈ വചനത്തിൽ ആവർത്തന വിരസത ഉണ്ടാകരുത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കാലഘട്ടത്തിന് അഭിഷേകം ഏറ്റെടുക്കുവാൻ, ഈ തലമുറയെ കർത്താവിനായി വീണ്ടെടുക്കുവാൻ ആവശ്യമായ അതിസ്വാഭാവികമായ കൃപകളിൽ നമ്മളെല്ലാം പൂരിതമാകുവാൻ, സഭ ആദിമ സഭയുടെ ചൈതന്യത്താൽ ഉണർത്തപ്പെടുവാൻ എന്താണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ കാത്തിരുന്ന് ഈ ആത്മശക്തിയെ പ്രാപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം അനുസരിക്കുകയാണ് അവര്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1-ാം വചനത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ആ പെന്തക്കോസ്ത ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഈ കൂട്ടായ്മയുടെ നടുവിലേക്കാണ് സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മ വരുന്നത്. അവിടെ എന്ത് സംഭവിച്ചു? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 4-ാം തിരുവചനം, ആ തിരുവചനം ശ്രദ്ധിച്ച്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഉച്ചത്തിൽ ഒരുമിച്ച് ഈ വചനം ഏറ്റുപറഞ്ഞ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ എന്തിനാണ് ഈ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്നത്? നമുക്ക് കൃത്യമായ ദർശനമുണ്ടാകണം, കൃത്യതയാർന്ന ലക്ഷ്യബോധമുണ്ടാകണം. ആദിമ സഭയിൽ ശക്തിയോടെ വെളിപ്പെട്ട പരിശുദ്ധാത്മാവ്, ആദിമ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ ശക്തിയുടെ അനുഭവങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, വെളിപ്പെടലുണ്ടായി. ആദിമസഭ പ്രബലപ്പെട്ടത്, ആദിമസഭ വളർന്നത്, ആദിമസഭ നയിക്കപ്പെട്ടത് പരിശുദ്ധാത്മ ശക്തിയിലായിരുന്നു. ഈ ഒരു അനുഭവത്തിലേക്ക്, ചൈതന്യത്തിലേക്ക് ഈ കാലഘട്ടത്തിലെ സഭ വരുവാനും, ഇന്നത്തെ സഭയിൽ ഈ കാലഘട്ടത്തിന് ആവശ്യമായ വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടൽ, കൃപാവരങ്ങളുടെ ശക്തിയുടെ വെളിപ്പെടൽ പ്രബലപ്പെടുവാനുമാണ് നമ്മൾ ഈ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ മനസ്സാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി. സഭ മുഴുവനിലും പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളുടെ ശക്തീകരണം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുടെ വലിയ വെളിപ്പെടൽ സഭയിൽ പെരുമഴ പോലെ ഈ നാളുകളിൽ പെയ്തിറങ്ങാൻ നമ്മൾ ചങ്ക് പൊട്ടി നിലവിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ പ്രാരംഭ ശുശ്രൂഷയിൽ, ഈ ആദ്യ ദിനത്തിൽ നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ ആദിമ സഭയുടെ പ്രധാനപ്പെട്ട 3 സവിശേഷതകളെ കുറിച്ചാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു ചൈതന്യത്തിലേക്കാണ് ഈ കാലഘട്ടത്തിലെ ദൈവജനം തിരിച്ചു വരേണ്ടത്. നമുക്കിന്ന് ആവശ്യം പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്, അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്, ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് തരുന്ന
അതിസ്വാഭാവികമായ കൃപാവരങ്ങളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നിച്ച് വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ അതിനു വേണ്ടി ദാഹത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങണം. ആദിമസഭയുടെ ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ കാണുന്നത്, ആദിമസഭ പരിശുദ്ധാത്മാവിൽ ജീവിച്ചു. ആദിമസഭയിലെ വിശ്വാസികള് അവർ പരിശുദ്ധാത്മാവിൽ ജീവിച്ചവരായിരുന്നു. പരിശുദ്ധാത്മ അനുഭവമുള്ളവരായിരുന്നു. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചൊരു തോന്നല് മാത്രമായിരുന്നില്ല, ആശയം മാത്രമായിരുന്നില്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ആദിമസഭയിലെ വിശ്വാസികളെ സംബന്ധിച്ച് വെറും ഒരു കഥയായിരുന്നില്ല, വൈകാരികമായ എന്തോ ഒരു അനുഭവം മാത്രമായിരുന്നില്ല. അവരുടെ ലിവിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഹോളി സ്പിരിറ്റ്. അവർ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിൽ ആരാധിച്ചു, പരിശുദ്ധാത്മാവിൽ സംസാരിച്ചു, പരിശുദ്ധാത്മാവിൽ സ്നേഹിച്ചു, പരിശുദ്ധാത്മാവിൽ പങ്കുവെച്ചു, പരിശുദ്ധാത്മാവിൽ അവർ ഒന്നിച്ച് മുന്നേറി, പരിശുദ്ധാത്മാവിൽ അവർ വചനം പ്രഘോഷിച്ചു, പരിശുദ്ധാത്മാവിൽ അവർ ഒന്നിച്ച് ബലപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, അവരെല്ലാം നിർവഹിച്ചത് പരിശുദ്ധാത്മാവിലായിരുന്നു. പരിശുദ്ധാത്മാവില്ലാത്ത ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത്രമാത്രം അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് പ്രാധാന്യമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അവരെ സംബന്ധിച്ച് ജീവിക്കുന്ന ഒരു അനുഭവമായിരുന്നു, ഒരു ലിവിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമുക്കാവശ്യം ഇതേ അനുഭവമാണ്. ഈ സെയിം പവർ, സെയിം അനോയിന്റിങ്, ഈ അഭിഷേകത്തിൽ വളരുവാനാണ് കർത്താവ് ഈ പെന്തക്കോസ്തയ്ക്കായി നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ കണ്ടു അപ്പോസ്തല പ്രവൃത്തി 2:4 അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:8 നിങ്ങൾ വരണം. അവിടെ എന്താ വചനം പറയുന്നത്? അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, അവരോട് സംസാരിച്ചു. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിൽ സംസാരിക്കാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുവാനും സ്നേഹിക്കുവാനും പങ്കുവെക്കുവാനും പരസ്പരം ബലപ്പെടുത്തുവാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ആദിമസഭയുടെ കരുത്ത് ഈ അഭിഷേകമായിരുന്നു. ആദിമസഭയുടെ അതിവേഗതയിലുള്ള വളർച്ചയുടെ രഹസ്യം പരിശുദ്ധാത്മ ശക്തിയുടെ വെളിപ്പെടലായിരുന്നു. അത്രമാത്രം സജീവമായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ആദിമസഭയിൽ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:33 നിങ്ങൾ വരിക. കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നു, അവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരെല്ലാം വലിയ ശക്തിയോടെ കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകി. അവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6:5 ഇതെല്ലാം എന്താ നമ്മോട് പറയുന്നത്? അവർ പരിശുദ്ധാത്മാവിൽ ജീവിച്ചവരായിരുന്നു. അവർ പരിശുദ്ധാത്മാവിൽ ഒന്നിച്ച് മുന്നേറിയവരായിരുന്നു. അവരുടെ ജീവനാഡിയും അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ ശക്തിയും പരിശുദ്ധാത്മാവായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ പരിശുദ്ധാത്മ ശക്തിയാണ്. ആത്മാവിൻ്റെ ജീവനുള്ള അനുഭവമാണ് നമുക്കിത് കൈമോശം പോയത്. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങൾ തകരുന്നത്, നമ്മുടെ സമൂഹങ്ങൾ ക്ഷയിക്കുന്നത്, നമ്മുടെ സഭ പലവിധ പ്രതിസന്ധികളിൽ കലുഷിതമാകുന്നതിന് കാരണം പരിശുദ്ധാത്മാവിൻ്റെ സജീവമായ സാന്നിധ്യവും പ്രവർത്തനവും സഭയിൽ കുറഞ്ഞു വരുന്നു, മങ്ങിപ്പോകുന്നു. പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ആ അനുഭവത്തിൽ ജീവിക്കുന്നവരുടെ എണ്ണം ഒരുപാട് ഇന്ന് കുറഞ്ഞു വരുന്നു. ആദിമസഭയുടെ ചരിത്രം നമ്മൾ നോക്കി. 6:5 എന്താ പറയുന്നത്? അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തീഫാനോസ്, മേശയിൽ
നിങ്ങൾ ചിന്തിക്കണം, ആ തിന്മേശ അത് വൃത്തിയാക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ചെറിയ ചെറിയ ശുശ്രൂഷകൾ അവർ ചെയ്തത് നമ്മൾ മാനുഷികമായി ചിന്തിച്ചാൽ, എന്നാൽ ആ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും അത്രമാത്രം വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിരുന്നു. ആത്മാനുഭവമുള്ളവരെ, ആത്മശക്തി പ്രാപിച്ചവരെ, ആത്മാവിൽ ജീവിക്കുന്നവരെ, ആത്മാവിന്റെ കൃപാവരങ്ങളെ വെളിപ്പെടുത്തിയവരെ, ഇതായിരുന്നു സഹോദരങ്ങളെ ആദിമ സഭയുടെ പ്രത്യേകത. അപ്പോസ്തല പ്രവർത്തനം 6:8 വാ. പരിശുദ്ധാത്മാവിൽ നിറവുള്ള, ആത്മാവിൽ ജീവിച്ച യെസഫാനോസ് എന്താ ചെയ്തത്? കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരിൽ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടുകയാണ്. അവൻ ആത്മാവിൽ നിറഞ്ഞ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്യുന്നു. എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 7:55 വരിക. അവിടെ എന്താ പരിശുദ്ധ വചനം പറയുന്നത്? എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ എപ്പോഴാ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത്? എസഫാനോസിന് നേരെ കോപാഗ്രാന്തരായി അവൻ പറഞ്ഞ വചന പ്രഘോഷണം കേട്ട് ജനക്കൂട്ടം മുഴുവൻ ഒന്നടങ്കം കോപാഗ്രാന്തരായി പല്ലുകടിച്ച് ചീത്ത വിളിച്ച് എസഫാനോസ് നേരെ പാഞ്ഞെടുത്തപ്പോൾ കർത്താവിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുക, എസഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതല്ലേ പരിശുദ്ധാത്മ അനുഭവം, ഇതല്ലേ പരിശുദ്ധാത്മ അനോയിന്റിങ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ ഒരു ശക്തിയുടെ അനുഭവമല്ലേ? പ്രതികൂലങ്ങളുടെ മധ്യേ നമുക്ക് എത്ര പേർക്ക് പരിശുദ്ധാത്മാവിൽ നിറയാൻ പറ്റുന്നുണ്ട്? പരിശുദ്ധാത്മ അനുഭവം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോൾ, നമുക്കെതിരാകുമ്പോൾ, നമ്മൾ സ്നേഹിച്ചവരെ, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമുക്കെതിരെ ദുഷിപ്പ് പറയുമ്പോൾ, നമുക്കെതിരെ ചീത്ത വിളിക്കുമ്പോൾ, അപവാദങ്ങൾ പറയുമ്പോൾ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് എത്ര പേർക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കുവാൻ കഴിയുന്നുണ്ട്? നമ്മൾ വിഷാദത്തിലേക്ക് പോകുന്നു, നിരാശപ്പെടുന്നു, നമ്മൾ വളരെ പ്രകോപിതരാകുന്നു, ഇറിറ്റേറ്റഡ് ആകുന്നു, നമ്മൾ വളരെ കലുഷിതമായ ഒരു അവസ്ഥയിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നു. എന്താ കാരണം? നമ്മൾ ആത്മാവിലല്ല ജീവിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ വികാരങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അനോയിന്റിങ് അല്ല, ഹോളി സ്പിരിറ്റ് അല്ല, നമ്മുടെ ഇമോഷൻസ് ആണ് പലപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. സഹോദരങ്ങളെ, ആദിമ സഭയിലെ വിശ്വാസികള്, ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുവാൻ വേണ്ടി സഭാ നേതൃത്വം അവരെ തെരഞ്ഞെടുത്തത്. ആ ശുശ്രൂഷ പോലും നിർവഹിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെ എന്തുമാത്രം കൃപയുള്ളവരാ, എന്തുമാത്രം പരിശുദ്ധാത്മ അനുഭവമുള്ളവരാ. ഈ ശക്തിയുടെ അനുഭവത്തിൽ ജീവിച്ചവരല്ലേ എൻ്റെ സഹോദരങ്ങളെ? നമുക്കിന്ന് ആവശ്യം ഈ ശക്തിയല്ലേ? പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് നമ്മളെ വിളിക്കുകയാണ്, കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഈ പെന്തക്കോസ്തയ്ക്ക്, ഈ ശക്തിയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾ വരിക. അതിനുവേണ്ടി നിലവിളിക്കേണ്ടത്, അതിനുവേണ്ടി നമ്മൾ മുട്ടുമടക്കി ചങ്ക് പൊട്ടി നിലവിളിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:24 എന്താ വചനം പറയുന്നത്? 11:24, കാരണം അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. ബർന്നബാസിനെ കുറിച്ചാ പറയുന്നത്. കണ്ടു എന്ന് പറഞ്ഞാൽ ആദിമ സഭയിൽ ഓരോ വിശ്വാസിയും, എത്ര പേരുടെ പേരെ നമ്മളിപ്പോൾ കണ്ടത്? ഓരോ വിശ്വാസിയും കുഞ്ഞുങ്ങളും കൗമാരക്കാരും യുവജനങ്ങളും മധ്യവയസ്കരും പ്രായമായവരും എന്ന് പറഞ്ഞാൽ ആദിമ സഭ മുഴുവനിലും പരിശുദ്ധാത്മാവിൻ്റെ സജീവമായ പ്രവർത്തനം. എവിടെയും പരിശുദ്ധാത്മാവിൻ്റെ ഓവർഫ്ലോ, പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക്, അഭിഷേകത്തിൻ്റെ നിറഞ്ഞൊഴുക്ക്, കൃപാവരങ്ങളുടെ വെളിപ്പെടൽ, അഭിഷേകത്തിൻ്റെ കാറ്റ്, റൂഹായുടെ വ്യാപനം എല്ലായിടങ്ങളിൽ ഇങ്ങനെ വെളിപ്പെടുകയാണ്. അത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് തുറവിയും സ്നേഹവും സഹകരണവും അനുസരണമുള്ളവനായിരുന്നു ആദിമ സഭ. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ.
വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:52 വരിക. വലിയ പീഡനത്തിൻ്റെയും കൊടിയ സഹനത്തിൻ്റെയും നടുവിൽ അന്ത്യോക്യയിലെ ക്രൈസ്തവരെ, വിശ്വാസികള്, അവർക്ക് എന്താണ് സംഭവിച്ചത്? ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. കരമടിച്ച് പരിശുദ്ധാത്മാവിന് മാത്രം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ അനോയിന്റിങ്ങിന് വേണ്ടി, ഈ ശക്തിക്ക് വേണ്ടി, ഈ നിറവിന് വേണ്ടി കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആദിയിൽ എന്നപ്പോൾ ആത്മാവേ അധിക ബലം തരണേ. ഞങ്ങളെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, സഭ മുഴുവനിലേക്കും അധിക ബലം തരണേ. അധിക ബലം തരണേ. എന്റെ സഹോദരങ്ങളെ, രണ്ടാമത്തെ സവിശേഷത എന്തായിരുന്നു? ആദിമസഭയുടെ മറ്റൊരു പ്രത്യേകത, എപ്പോഴും എന്തിനും അവർ പരിശുദ്ധാത്മാവിനെ മാത്രം ആശ്രയിച്ചു. പരിശുദ്ധാത്മാവിനെ മാത്രം ആശ്രയിച്ച ആദിമവിശ്വാസികള്, അവർക്ക് അത്രമാത്രം ഉറപ്പായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലെ. എത്രയെത്ര അനുഭവങ്ങൾ പരിശുദ്ധ വചനങ്ങളിൽ കാണുവാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആദിമസഭ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഈ പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ സഹോദരങ്ങൾ എന്താണ് സംഭവിച്ചത്? അവർ ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സദുക്കായരും അവർക്കെതിരെ ചെല്ലുകയാണ്. വീണ്ടും 5-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. ജനപ്രമാണികള്, മതനേതാക്കള്, യഹൂദ മത നേതാക്കള് എല്ലാം ജെറുസലേമിൽ സമ്മേളിക്കുകയാണ്. 7-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്ത് അധികാരത്താലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്? അവർ അസ്വസ്ഥരാവുകയാണ്, ആകുലപ്പെടുകയാണ്. നിങ്ങളെ ആരുടെ നാമത്തിൽ, എന്ത് അധികാരത്താലാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? വീണ്ടും 18-ാം വചനം സാക്ഷ്യപ്പെടുത്തുന്നു, അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. അവർക്ക് വിലക്ക് കൊടുക്കുക, അവരെ ബാൻ ചെയ്യാണ്. യേശുവിന്റെ നാമത്തിൽ പഠിപ്പിക്കരുത്, യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത്, യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുത്. അവരെ വിലക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് റോമൻ സാമ്രാജ്യ ശക്തികള് സഭയെ ഞെരുക്കുന്നു. മറുഭാഗത്ത് യഹൂദ മത നേതാക്കളും ജനപ്രമാണികളും ഒന്നിച്ച് സഭയെ ഞെരുക്കുന്നു. വലിയ കഷ്ടതയിലും പ്രതിസന്ധിയിലുമായിരുന്ന ആദിമസഭ, എന്നാൽ ഈ പ്രതിസന്ധികളിൽ, സഭ നേരിട്ട ഈ പ്രതികൂലങ്ങളിൽ, സഭ അനുഭവിച്ച ഈ പ്രതിബന്ധങ്ങളിൽ ആദിമസഭയിലെ വിശ്വാസികൾ എന്താ ചെയ്തത്? സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിൽ മാത്രം അവർ ആശ്രയിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഇന്ന് നമുക്ക് ഒരുപാട് രാഷ്ട്രീയ ശക്തിയുണ്ട്, നമുക്കിന്ന് ഒരുപാട് കായിക ബലമുണ്ട്, നമുക്കിന്ന് ഒത്തിരിയേറെ ആൽബലമുണ്ട്, സ്വാധീനമുണ്ട്, ലോകപരമായ സാധ്യതകളും അവസരങ്ങളുമുണ്ട്. ചിന്തിക്കാനും പ്രവർത്തിക്കാനും കാര്യശേഷിയുള്ള, ബുദ്ധി വൈഭവമുള്ള, ബുദ്ധിരാക്ഷസരായ അനേകരിന്ന് നമുക്കുണ്ട്. പക്ഷെ ഇതിന്റെ നടുവിൽ നമുക്ക് കൈമോശം വന്നു പോകുന്നത് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിനോടുള്ള ആശ്രയത്വമാണ്
നമുക്കിന്ന് കൈമോശം വന്നു പോകുന്നത് എൻ്റെ സഹോദരങ്ങളെ, ഈ പെന്തക്കോസ്ത ഒരു തിരിച്ചുവരവാണ്. ഈ ഒരു അഭിഷേകത്തിലേക്കുള്ള തിരിച്ചുവരവ്, ഈ ഒരു ആശ്രയത്വത്തിലേക്കുള്ള തിരിച്ചുവരവ്, ഈ ഒരു ശക്തിയുടെ അനുഭവത്തിലേക്കുള്ള തിരിച്ചുവരവ്, അതിനായി ദൈവത്തിന്റെ റൂഹ നമ്മെ എല്ലാവരെയും വിളിക്കുകയാണ്. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. 21-ാം വചനം നിങ്ങൾ ശ്രദ്ധിക്കണമേ. അപ്പോസ്തല പ്രവർത്തനം 4:21 എന്താ നമ്മൾ വചനത്തിൽ കാണുന്നത്? ഈ പ്രമാണികളും അധികാരികളെല്ലാം അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയക്കുകയാണ്. അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തുകയാണ്, അവരെ ഭയപ്പെടുത്തുകയാണ്. ഈ ഭയത്തിന്റെ ഭീഷണിയുടെ നടുവിൽ ആദിമസഭ എന്ത് ചെയ്തു? 23-24 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം സ്ക്രീനിലോട്ട് നോക്കി വായിക്കണമേ. മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രഭുക്കന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. സഭാ മക്കളെ അറിയിച്ചു. സഭ ഒന്നിച്ചു കൂടുകയാണ്. ഓരോ പ്രതിസന്ധിയിലും ഓരോ പ്രതികൂലത്തിലും സഭാ മക്കൾ ഒന്നിച്ചുകൂടി അവരെ വിളിച്ച, അവരെ ശക്തീകരിച്ച പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുകയാണ്. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിൽ, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിൽ അവർ എപ്പോഴും ആശ്രയിക്കുകയാണ്. ഇതാണ് നമുക്കിന്ന് ആവശ്യം. നമുക്കിന്ന് ആശ്രയിക്കാനും ശരണപ്പെടുവാനും മറ്റൊരുപാട് സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും ഈ ശരിയായ ഈ ആശ്രയത്തെ നമ്മൾ മറന്നു കളയുന്നു, പലപ്പോഴും വിട്ടുകളയുന്നു, പലപ്പോഴും നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ദുർബലരാകുന്നത്, നമുക്ക് ബലക്ഷയം സംഭവിക്കുന്നത്, നമ്മൾ ഇന്ന് തകരുന്നത്, തളരുന്നതിന് കാരണമെന്താ? ആശ്രയിക്കേണ്ടതിന് നമ്മൾ ആശ്രയിക്കാതെ ലോകത്തിന്റെ മറ്റു പല വഴികളിൽ നമ്മൾ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയാണ്, നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ആദിമസഭ അവർ ജനത്തോട് പറഞ്ഞു. ഈ കാര്യങ്ങൾ കേട്ടറിഞ്ഞ സഭാ മക്കൾ എന്താ ചെയ്തത്? 24-ാമത്തെ വചനം ഒന്നിച്ച് ഉച്ചത്തിൽ ആ വചനം വായിച്ച്. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, നാഥാ, സൃഷ്ടപ്രപഞ്ചത്തിന്റെ അധികാരിയും അതിനാഥനുമായ ഞങ്ങളുടെ കർത്താവേ. അവർ ഉച്ചത്തിൽ വിളിക്കുകയാണ്. 29-ാം വചനത്തിൽ കൃത്യമായി അവരെന്താ പ്രാർത്ഥിച്ചത്? അതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. നമ്മുടെ കർത്താവ് മരമണ്ടൂസായ ഒരുവനല്ല സഹോദരങ്ങളെ. ജീവിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം, സർവാധിപനായ ദൈവം. അവർ ഒന്നിച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്, ഞങ്ങൾ ഒരുപാട് ഭയചകിതരാണ്, ഞങ്ങൾക്ക് ഒത്തിരിയേറെ ഭീഷണികളുണ്ട്. കർത്താവേ, ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ, അവിടുന്ന് ഈ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ പ്രതിസന്ധികളിൽ വെളിപ്പെടട്ടെ, വ്യാപരിക്കട്ടെ. അവർ ഒന്നിച്ച് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിമസഭ ഓരോ പ്രശ്നത്തെയും പരിഹരിച്ചത് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ടാണ്. ഓരോ പ്രതിസന്ധികളെയും അതിജീവിച്ച് സഭ മുന്നേറിയത് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ടാണ്. ഇപ്പോഴും എന്തിനും അവർ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചു, പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ടു, അവർ പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട, യാതൊന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട, നമ്മൾ ഒന്നിനെ കുറിച്ചും ആശങ്കപ്പെടേണ്ട. അതെല്ലാം പരിഹരിക്കുവാൻ, ആ തലങ്ങളിലേക്കെല്ലാം ഇറങ്ങി വന്ന് ഇടപെടുവാൻ ദൈവത്തിന്റെ റൂഹ ഇന്നും ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്തേ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം
നാഥാ നീ തന്നിടണേ തന്നിടുന്നെന്നെ തന്നിടുന്നെന്നെ പൂർണ്ണമായി ഇന്ന് നാഥാ നിൻ സന്നിധിയിൽ നാഥാ നിൻ സന്നിധിയിൽ ഒന്ന് പറഞ്ഞേ നാഥാ നിൻ ഇവരിങ്ങനെ ആത്മാവിനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? 31 വചനം പറയാണ്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അതിനർത്ഥം എന്താ? ആ പ്രതിസന്ധികളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. ആ പ്രതിസന്ധികളിലേക്ക് സഭ നേരിട്ട ആ വലിയ പ്രതികൂലത്തിലേക്ക് പരിശുദ്ധാത്മശക്തി ഇറങ്ങി വരികയാണ്. ദൈവശക്തി വെളിപ്പെടുകയാണ്. ആ പ്രതിസന്ധികളെ പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ പൂരിതരായി. ഒരുമിച്ച് പറഞ്ഞേ, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. ആത്മാവിനെ ആശ്രയിക്കുന്നവരിൽ ആത്മശക്തി ഉണ്ടാകും. ആത്മാവിനെ ആശ്രയിക്കുന്നവരിൽ ആത്മാഭിഷേകം ഉണ്ടാകും. ആത്മാവിനെ ആശ്രയിക്കുന്നവരിൽ ആത്മനിറവുണ്ടാകും. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. ആദിമ സഭയുടെ ശക്തി പരിശുദ്ധാത്മാവിലുള്ള ആശ്രയത്വമായിരുന്നു. പരിശുദ്ധാത്മാവിനോടുള്ള കമ്മിറ്റ്മെന്റ് ആയിരുന്നു. പരിശുദ്ധാത്മാവിനോടുള്ള ഒബീഡിയൻസ്, അനുസരണമായിരുന്നു. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചത്? ധൈര്യപൂർവം ദൈവവചനം പ്രസംഗിച്ചു. ഒന്നിച്ച് പറഞ്ഞേ, ധൈര്യപൂർവം ദൈവവചനം പ്രസംഗിച്ചു. അവരെന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചത്? ധൈര്യത്തിന് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് അവരെ ബോൾഡ് ആക്കുകയാണ്. അവരുടെ ഭയം മാറി, നിരാശ മാറി, വിഷാദം മാറി. ആ വലിയ പ്രതിസന്ധിയിൽ അവർക്ക് ധീരത കിട്ടുകയാണ്, ധൈര്യം കിട്ടുകയാണ്. അവർ ധൈര്യത്തോടെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയാണ്. എത്ര അത്ഭുതകരമായാണ് ആ പ്രതിസന്ധിയിൽ പരിശുദ്ധാത്മ വെളിപ്പെട്ടത്. ആ പ്രതിസന്ധിയെ പരിശുദ്ധാത്മ പരിഹരിക്കുന്നത്. നമ്മൾ പലപ്പോഴും മാനുഷിക വഴികളിലേക്ക് പോയി, മാനുഷികമായ അധ്വാനങ്ങളിൽ ആശ്രയിച്ച്, മാനുഷികത പലപ്പോഴും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളെ വഷളാക്കുന്നു. അത് കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ നമുക്കിന്ന് ഈ അപജയങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വേദനയാണത്. ഒത്തിരി പരിശുദ്ധാത്മാവ് ഇന്ന് സങ്കടപ്പെടുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ആദിമ സഭയുടെ രണ്ടാമത്തെ പ്രത്യേകത, അവർ എപ്പോഴും എന്തിനും പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചു. മൂന്നാമത്തെ സവിശേഷത, ആദിമ സഭ അവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തിയവരായിരുന്നു. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ്. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്. യെശയ്യാ പ്രവചനം 11:2 പറയുന്നുണ്ട്, ശക്തിയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ്, സ്പിരിറ്റ് ഓഫ് പവർ, ശക്തിയുടെ, ബലത്തിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മ ശക്തിയെ ആദിമസഭ വെളിപ്പെടുത്തി. ഇന്ന് ഈ ലോകം പരിശുദ്ധാത്മാവിനെ കാണേണ്ടത് നമ്മിലൂടെയാ. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മിലൂടെയാണ് പൊതുസമൂഹം, ഈ ലോകം പരിശുദ്ധാത്മ ശക്തി കാണേണ്ടതും അനുഭവിക്കേണ്ടതും. ഇന്ന് പലപ്പോഴും നമ്മുടെ ക്രൈസ്തവ സമൂഹങ്ങളെ, നമ്മുടെ ശുശ്രൂഷകളെ എന്തുകൊണ്ട് പൊതുസമൂഹം അപഹസിക്കുന്നത്, ദുഷിക്കുന്നത്? നമ്മിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുന്നത് അവർക്ക് കാണുവാനും അനുഭവിക്കാനും കഴിയുന്നില്ല. നമുക്കറിയാം, ആദിമ സഭയെ ലോകം ഭയപ്പെട്ടു. അവരുടെ മസിൽ പവർ കണ്ടാണോ? അല്ല സഹോദരങ്ങളെ. അവരുടെ പൊളിറ്റിക്കൽ പവർ കണ്ടാണോ? അവരുടെ മണി പവർ, ആ സാമ്പത്തിക ശക്തി കണ്ടാണോ? അവരുടെ ആൾബലം കണ്ടാണോ? ഒന്നുമല്ല. എന്തുകൊണ്ടാണ് ആദിമ സഭയെ ലോകം ഭയപ്പെട്ടത്? ആ വചനം ഒന്ന് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം.
അപ്പോസ്തല പ്രവൃത്തി 2:43 നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 2:43 എല്ലാവരിലും ഭീതിയുളവായി, എല്ലാവരിലും സഭയെ കുറിച്ച് ഭയമുള്ളവായി. എല്ലാവരിലും സഭയെ കുറിച്ച് ഭയമുള്ളവായി. എന്തുകൊണ്ടാ അവരിലെല്ലാം ഈ ഭീതി ഉണ്ടായത്? അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു, ജനമധ്യേ സംഭവിച്ചു. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടുകയാണ്. അനോയിന്റിങ് വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ വെളിപ്പെടുകയാണ്. ഈ മാനിഫെസ്റ്റേഷൻ ലോകം കണ്ടു. ലോകം സഭയെ ഭയപ്പെട്ടു. അവർക്ക് മനസ്സിലായി, തീക്കകത്ത കളിക്കുന്നത്. ഇത് വെറും തീയല്ല, വെള്ളം കണ്ടാൽ കെട്ടുപോകുന്ന തീയല്ല പരിശുദ്ധാത്മാവിന്റെ തീ. 2000 വർഷമായ ആ തീ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഊട്ടുശാലയിലേക്ക് ആ തീ കെടുത്തിക്കളയാൻ ലോകത്തിലെ പല ശക്തികളും, സാമ്രാജ്യ ശക്തികളും, രാജാക്കന്മാരും, പ്രഭുത്വങ്ങളും, അന്ധകാരാധിപത്യങ്ങളും, ഇരുട്ടിന്റെ വ്യാപാരങ്ങളും, നരകത്തിന്റെ പൈശാചിക അരൂപികൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. എന്നാൽ ആ തീ കെടുത്തു കളയാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. കെടുത്തുവാൻ പരിശ്രമിച്ചവരെല്ലാം അവർ ഈ തീക്കകത്തായി. അവരിലെല്ലാം ഈ തീ പിടിച്ച ചരിത്രമാണ് തിരുസഭയ്ക്ക് പറയാനുള്ളത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്രയോ സാമ്രാജ്യങ്ങളെ, ജീവിതങ്ങളെ, ദേശങ്ങളെ, ജനതകളെ ഈ തീ രൂപാന്തരപ്പെടുത്തി. ഇന്നും ഈ തീ കത്തുകയാണ്. നമുക്ക് ആവശ്യം ഈ തീയുടെ വെളിപ്പെടലാണ്. ഈ തീ അനുഭവമാണ്. ഈ തീ സാന്നിധ്യമാണ്. ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, presence of the Holy Spirit, fire presence, തീ സാന്നിധ്യം. ലോകം ഭയപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:12 വന്ന് അവിടെ എന്താ പരിശുദ്ധ വചനം പറയുന്നത്? അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. വളരെ അടയാളങ്ങൾ. ഒന്നോ രണ്ടോ ഇച്ചിരീച്ച അല്ല, വളരെ അടയാളങ്ങൾ, ഒത്തിരിയേറെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി, പരിശുദ്ധാത്മാവ് പ്രകടമാക്കി. അത്ഭുതങ്ങൾ നിന്നിട്ടില്ല സഹോദരൻ. ആദിമ സഭയോടുകൂടെ അത്ഭുതങ്ങൾ നിന്നുപോയി എന്ന് വിശ്വസിക്കുന്നവരും പ്രഘോഷിക്കുന്നവരുമുണ്ട്. അതൊരിക്കലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനമല്ല, തിരുസഭയുടെ സത്യപ്രബോധനമല്ല. പരിശുദ്ധാത്മാവിന്റെ അത്ഭുതങ്ങൾ ഇന്നും നിന്നുപോയിട്ടില്ല. ആദ്യ സഭയേക്കാൾ അധികമായി ഈ ആധുനിക സഭയിൽ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇത് വേണ്ട വിധം മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതിന് കാരണം എന്താ? നമ്മളാണ് അതിൻ്റെ കാരണക്കാർ. നമ്മൾ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയുന്നില്ല. നമ്മിലൂടെ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കുന്നില്ല. നമ്മളിലുള്ള ദുഷിപ്പ്, നമ്മളിലുള്ള വെറുപ്പ്, നമ്മളിലുള്ള നീരസം, നമ്മളിലുള്ള പക, നമ്മളിലുള്ള അഹങ്കാരം, നമ്മളിലുള്ള അസൂയ, നമ്മളിലുള്ള അവിശ്വസ്തത, നമ്മളിലുള്ള അവിശ്വാസവും അശുദ്ധിയും ജഡീകതയും ലോകാരൂപിയും സുഖഭോഗങ്ങളും, ഇതെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെ കെടുത്തിക്കളയുകയാണ്, നിർവീര്യമാക്കുകയാണ്. ഇവിടെയെല്ലാം ഒത്തിരി പരിശുദ്ധാത്മ വേദനിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മ ഒത്തിരിയേറെ സങ്കടപ്പെടുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 15-16 ഞാൻ അത്ഭുതത്തോടെ പലപ്പോഴും ആ വചനം വായിച്ച് ആ വചനം ഭക്ഷിക്കാറുണ്ട്. ഈ വചനം ഭക്ഷിക്കാറുണ്ട്. എന്താണ് പരിശുദ്ധ റൂഹ പറയുന്നത്? അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും പബ്ലിക് സ്ട്രീറ്റിൽ. നിങ്ങൾ ചിന്തിക്കണം, ഷെക്കൻ ന്യൂസ് സ്ഥിതി ചെയ്ത് തൃശ്ശൂരാണ്. നിങ്ങൾ ചിന്തിക്കുക, തൃശ്ശൂർ പട്ടണത്തിൽ, തൃശ്ശൂർ ആ റൗണ്ടിലൂടെ നടക്കുന്ന സമയത്ത് ആ റൗണ്ടിൽ ആ പട്ടണത്തിൻ്റെ ആ വഴിക്കവലകളിലും തെരുവീതികളിലൊക്കെ രോഗികളെ കൊണ്ടുവന്ന് കിടത്തുന്ന ആലോചിച്ച് നോക്കി നിങ്ങൾ. അത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ ആദിമ സഭ സമ്പന്നമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തിക്കണം,
ഇന്ന് ദേവാലയങ്ങളിലേക്കും ധ്യാന കേന്ദ്രങ്ങളിലേക്കും കർത്താവിനാൽ പ്രത്യേകമായി പ്രതിഷ്ഠിതമായ സ്ഥലങ്ങളിലേക്കെല്ലാം ഒത്തിരി രോഗികൾ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥമായ മാനിഫെസ്റ്റേഷൻ, വെളിപ്പെടൽ സംഭവിക്കുമ്പോൾ ഇതുപോലെയുള്ള ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ സഭയിൽ പ്രകടമാകുന്നത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് അനുഭവിക്കുവാനായി കഴിയും. രോഗികളെ തെരുവീതികൾ കൊണ്ടുവന്നിടുകയാണ്. ദേവാലയത്തിലല്ല, പബ്ലിക് സ്ട്രീറ്റുകളിൽ. എന്തിനാണ് തെരുവീതികളിൽ ഈ രോഗികളെ ജനം കൊണ്ടുവന്ന് അവരെ അവിടെ കിടത്തിയത്? വചനം ശ്രദ്ധിച്ചേ നിങ്ങൾ. പത്രോസ് കടന്നു പോകുമ്പോൾ, പത്രോസ് ആരാ? പത്രോസ്ലീഗ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയാണ്. ഈ സ്ട്രീറ്റിലൂടെ, തെരുവീതികളിലൂടെ പത്രോസ്ലീഗ നടന്നു പോവുക. കർത്താവിൻ്റെ വചനം പങ്കുവെച്ച്, ദൈവജനത്തെ ശക്തീകരിച്ച്, സഭയുടെ കൂട്ടായ്മകളെ ബലപ്പെടുത്തി, ഒരു തരത്തിൽ പറഞ്ഞാൽ അപ്പോസ്തലിക സന്ദർശനമാണ്. പത്രോസ്ലീഗ ആ തെരുവീതികളിലൂടെ, ആ സ്ട്രീറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും, കാരണം അത്രമാത്രം നൂറുകണക്കിന് രോഗികളാണ്. തറവാത രോഗികള്, അന്ധന്മാര്, ചെകിടന്മാര്, പലവിധ രോഗബാധിതായവര്, പിശാചിനാൽ ആവസിക്കപ്പെട്ടവര്, ഇങ്ങനെ എല്ലാവിധത്തിലും തകർന്ന് തരിപ്പണമായ നൂറുകണക്കിന് ജീവിതങ്ങൾ അവിടെ കിടക്കുകയാണ്. എന്തിനു വേണ്ടി? പത്രോസ്ലീഗ കടന്നു പോകുമ്പോൾ അവന് നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നത്. ശ്രദ്ധിക്കണമേ, പത്രോസ്ലീഗയുടെ നിഴലിന്റെ ശക്തി കണ്ടാണോ അവിടെ ഹീലിംഗ് ഉണ്ടായത്? പത്രോസ്ലീഗയുടെ നിഴലിന്റെ ശക്തിയാലാണോ ഡെലിവറൻസ് ഉണ്ടായത്? അല്ല സഹോദരങ്ങളെ, ഒരൊറ്റ കാരണമേ ഉള്ളൂ. നിഴലിന്റെ ശക്തിയോ പത്രോസ്ലീഗയുടെ ആകാര വടിവോ അദ്ദേഹത്തിൻ്റെ മാനുഷികമായ കായിക ബലങ്ങളോ കഴിവുകളോ ഒന്നുമല്ല. പത്രോസ്ലീഗയുടെ നിഴലിൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. ആ നിഴലിൽ പരിശുദ്ധാത്മ സാന്നിധ്യം, പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതല്ലേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇന്ന് കർത്താവിൻ്റെ സഭയ്ക്ക് ആവശ്യം. സഭയുടെ വൈദികരും, സഭയുടെ സമർപ്പിതരും, സന്യസ്തരും, സഭയുടെ ആത്മായ പ്രേക്ഷിതരെല്ലാം ഒരുപോലെ ഈ അഭിഷേകത്തിന്റെ സമൃദ്ധിയിൽ വളരേണ്ട സമയമായി. പരിശുദ്ധാത്മാവിനെ അവഗണിച്ചുകൊണ്ട്, പരിശുദ്ധാത്മ ശക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. നമുക്ക് വളരാൻ സാധിക്കുകയില്ല. ഇന്ന് നമ്മൾ തളരുന്നുവെങ്കിൽ, നമ്മൾ പരാജയപ്പെടുന്നുവെങ്കിൽ, പൊതുസമൂഹത്തിൽ നമ്മൾ അവകാശിരാകുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് വേണ്ട വിധം തുറവിയില്ലാത്തവരായി ഞാനും നിങ്ങൾ മാറുകയാണ്. അതാണ് നമ്മുടെ തകർച്ച. എൻ്റെ സഹോദരങ്ങളെ, പത്രോസ്ലീഗയുടെ നിഴലിൽ പരിശുദ്ധാത്മാ അനോയിന്റ്. ഓ എൻ്റെ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ്ലീഗ അറിയുന്നില്ല, കടന്നു പോകുമ്പോൾ ഈ നിഴലടിക്കുമ്പോൾ അന്ധന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, തറവാതി രോഗികൾ അവരുടെ കണങ്കാലുകളിലേക്ക് പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി അവരിതാ ബലപ്പെടുന്നു, ചാടി എഴുന്നേൽക്കുന്നു, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അശുദ്ധാത്മാക്കള് തങ്ങളെ ആവേശിച്ചിരുന്നവരെ വിട്ട് പുറത്തു പോകുന്നു. ഡെലിവറൻസുകൾ, കൂട്ട ഡെലിവറൻസുകൾ ഉണ്ടാകുന്നു. ഹോളി സ്പിരിറ്റ്, അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഇന്ന് സഭയ്ക്ക് ആവശ്യം, ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം, നമ്മുടെ കൂട്ടായ്മകൾക്ക്, സമൂഹങ്ങൾക്ക് ആവശ്യം. സഹോദരങ്ങളെ, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് എന്താ ഇല്ലാത്തത്? എല്ലാം കർത്താവ് നമുക്ക് തന്നില്ലേ? നമ്മൾ ചോദിച്ചതിനേക്കാളും ചിന്തിച്ചതിനേക്കാളും അപ്പുറത്ത് കർത്താവ് എല്ലാം തന്നു. എല്ലാം നമുക്ക് ലഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് മാത്രം മാറിപ്പോയി. ആത്മാവിന്റെ ശക്തി കെട്ടുപോയി. ആദിമ സഭയുടെ മറ്റൊരു പ്രത്യേകത, അവർ പരിശുദ്ധാത്മ ശക്തിയെ വെളിപ്പെടുത്തിയവരായിരുന്നു. ആദിമ സഭയിലൂടെ വലിയ മാനിഫെസ്റ്റേഷൻ ഉണ്ടായി. കൃപാവരങ്ങളുടെ, മാനസാന്തരങ്ങളുടെ, ഡെലിവറൻസുകളുടെ, ഹീലിംഗ്സ്, മിറാക്കിൾസ്, ഇതെല്ലാം സംഭവിക്കുകയാണ്. 16-ാമത്തെ വചനം എന്താ പറയുന്നത്?
അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും 5:16 പറയും, അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. ഈ നിഴലടിച്ചെങ്കിലും ഒന്ന് സൗഖ്യം കിട്ടാൻ, മാനസാന്തരം ഉണ്ടാവാൻ, ഡെലിവറൻസ് ഉണ്ടാകാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, പത്രോസ്ലിയായിലൊക്കെ നിറഞ്ഞു നിന്ന പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടല്ലേ പൗലോസ് ആത്മാവിൽ നിറഞ്ഞു നോക്കിയപ്പോൾ പിശാച് വിട്ടുപോയി, ഡെലിവറൻസ് ഉണ്ടായി, അനുതാപമുണ്ടായി. ആ ചലനത്തിൽ സ്പിരിറ്റ് ഓഫ് ഗോഡ് കേട്ടോ മൂവ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ ഇതിനു വേണ്ടി വില കൊടുക്കണം. ഈ ശക്തിക്ക് വേണ്ടി നമ്മൾ വില കൊടുക്കണം. ഈ ബന്ധക്കുസയും ഇതിന്റെ ആചരണവും ഈ തിരുനാളും ഈ ഒരുക്കവും ഒരു ചടങ്ങായി അധപതിക്കരുതേ. അത് വലിയ അപജയമാണ്. നമ്മുടെ ഒരു ചടങ്ങായി മാറരുത്. നമ്മുടെ കുടുംബങ്ങൾ ഒരുങ്ങ് സമയമായി എൻ്റെ സഹോദരങ്ങളെ, സമയമായി. നമ്മുടെ കൂട്ടായ്മകൾ ഒരുങ്ങ്. ഈ ശക്തിയുടെ അനുഭവത്തിന് വേണ്ടി, അധികമായ ബലത്തിന് വേണ്ടി, അധികമായ അനോയിന്റിങ്ങിന് വേണ്ടി, അധികമായ പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് വേണ്ടി. ആത്മാവേ, പരിശുദ്ധാത്മാവ് വ്യാപരിച്ചില്ലെങ്കിൽ എല്ലാം നിർജീവമാണ്, എല്ലാം നിർജീവമാണ്. നമുക്ക് ആ വൈബ്രൻസി നഷ്ടപ്പെട്ടു പോകും. സ്പിരിറ്റിന്റെ പ്രത്യേകത എപ്പോഴും ഇങ്ങനെ ചലിക്കുകയാണ്. വളരെ വൈബ്രന്റ് ആണ് ഹോളി സ്പിരിറ്റ്. എൻ്റെ സഹോദരങ്ങളെ, എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു, എല്ലാവർക്കും ഹീലിംഗ് ഉണ്ടായി, മാനസാന്തരമുണ്ടായി. എപ്പോഴാ? പരിശുദ്ധാത്മ വെളിപ്പെട്ടപ്പോൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 11-12 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ വചനം വായിക്കണമേ. ഇതും വെറുതെ വായിച്ചു പോകാനല്ല, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ അഭിഷേകത്തിന്റെ പകർച്ച ഞങ്ങളുടെ കൂട്ടായ്മകൾക്ക് നൽകണമേ. കർത്താവേ, ഈ ആത്മപകർച്ചയാൽ സഭയെ അവിടുന്ന് ഉണർത്തണമേ. ഈ അഭിഷേക പകർച്ചയാൽ ഞങ്ങളുടെ യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ദമ്പതിമാരെ എല്ലാം ഉജ്ജ്വലിപ്പിക്കണമേ, എംപവർ ചെയ്യണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? എത്ര പേർക്ക് അതിനായി സമർപ്പണം നടത്താൻ പറ്റും? കർത്താവിന് അറിയേണ്ടത് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ്. കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നു, പൗലോസിന്റെ കരങ്ങൾ വഴി, പൗലോസ്ലിയുടെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. പൗലോസ്ലിക ഒരു സാധാരണ മനുഷ്യനല്ലേ, നമ്മളെ പോലെ ഒരു സാധാരണക്കാരനായിരുന്നു പൗലോസ്ലിക. അല്ല, അസാധാരണക്കാരനായിരുന്നില്ല. എന്നാൽ പൗലോസ്ലിഹായിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് പൗലോസ്ലിഹായിലൂടെ വ്യാപരിച്ചപ്പോൾ, സാധാരണക്കാരന്റെ ജീവിതത്തിലൂടെ അസാധാരണമായ കാര്യങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി സഹോദരങ്ങളെ, ഇത് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ വായിക്കുന്ന പരിശുദ്ധ ബൈബിളിൽ ഈ പുസ്തകമുണ്ടല്ലോ, അത് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാ. ഒരു സാധാരണക്കാരായ മനുഷ്യനിലൂടെ അസാധാരണമായ കാര്യങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തിച്ചപ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ ഉണ്ടായി. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത്, കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച്, എല്ലാവരും സ്തുതിച്ച്, സ്തുതിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കാലഘട്ടത്തിലെ സഭയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, കൂട്ടായ്മകളുടെ മേൽ, മിനിസ്ട്രികളുടെ മേൽ, കേന്ദ്രങ്ങളുടെ മേൽ കാലഘട്ടത്തിന് അഭിഷേകം പകരണമേ. അതിസ്വാഭാവിക കൃപാവരങ്ങൾ പകരണമേ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. 12-ാമത്തെ വചനം എന്താണ് പഠിപ്പിക്കുന്നത്? അവന്റെ ശരീരസ്പർശനമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. ഇമ്പാർട്ടേഷൻ, ആ പകർച്ച നടക്കുക. അഭിഷേകം നിറഞ്ഞിരിക്കുന്ന ഒന്നിനെ നമ്മൾ സ്പർശിക്കുമ്പോൾ ആ അനോയിന്റിങ്ങിന്റെ പകർച്ച, ആ ഇമ്പാർട്ടേഷൻ നമ്മിലേക്ക് പകരപ്പെടും. അവിടെ ഡെലിവറൻസ് ഉണ്ടാകും, അവിടെ ഹീലിംഗ് ഉണ്ടാകും, അവിടെ കൺവർഷൻ ഉണ്ടാകും.
അവിടെ അനുതാപമുണ്ടാകും. അതുപോലെ നിറഞ്ഞു നിൽക്കുക അഭിഷേകത്തിൽ പൗലോസ്ലീഹ. ഇത് ദൈവത്തിന് മുഖപക്ഷമില്ല. ഈ അഭിഷേകമാ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടത്. ഈ പരിശുദ്ധാത്മാ ശക്തിയാ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടത്. ഈ കൃപാവരങ്ങളുടെ സമൃദ്ധിയിലാണ് നമ്മൾ ഇന്ന് മിനിസ്ട്രികൾ ചെയ്യേണ്ടത്. ദൈവരാജ്യത്തിന് വിവിധങ്ങളായ മിനിസ്ട്രികൾ ചെയ്യേണ്ടത്. എൻ്റെ സഹോദരങ്ങളെ, രോഗികളുടെ മേൽ കൊണ്ടുവന്നിട്ടപ്പോൾ ഇത് സംഭവിച്ചവർക്ക് രോഗം അവരെ വിട്ടുമാറി. അശുദ്ധാത്മാക്കൾ അവരിൽ നിന്നും പുറത്തു വരികയോ. വലിയ ഡെലിവറൻസ്. 18 19 വചനങ്ങൾ എന്താ സാക്ഷ്യപ്പെടുത്തുന്നത്? ഇത് കണ്ട ഈ ആത്മാവിന്റെ ഈ പ്രദർശനം, ഈ പ്രകടനം, ഈ മാനിഫെസ്റ്റേഷൻ, ഇത് കണ്ട അനേകർക്ക് എന്തുണ്ടായി? കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കൂട്ടമാനസാന്തരം, കഠിന ഹൃദയങ്ങൾ തുറക്കപ്പെട്ടു. പാറ പോലെ ഉറച്ചിരുന്ന ജീവിതങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങിയപ്പോൾ കെട്ടുപൊട്ടി, ബന്ധനം അഴിഞ്ഞു. അവിടെ അനുതാപമുണ്ടായി, റിപ്പന്റൻസ്. അവരുടെ ജീവിതങ്ങൾ അവർ കർത്താവിനായി സമർപ്പിച്ചു. വിശുദ്ധിയുടെ നിറവുണ്ടായി. ഇതൊക്കെ ഇന്ന് നമുക്ക് ആവശ്യം. നമുക്കിന്ന് ഇതൊക്കെയാണ് ആവശ്യം. എന്റെ സഹോദരങ്ങളെ, അവസാനമായ വചനം എന്താ പറയുന്നത്? ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ, മന്ത്രവാദികൾ, കൂടോത്രക്കാര്, ആഭിചാരകര്, ചിന്തിച്ചു നോക്കിയേ, പൈശാചിക സേവ നടത്തി ജനത്തിനിടയിൽ ഈ ചില ചെപ്പിടി വിദ്യ പോലെ ചില മായാജാലങ്ങൾ കാണിച്ചുകൊണ്ട് നടന്നിരുന്ന അനേകം ആളുകൾ പോലും മാനസാന്തരപ്പെട്ടു. അവരുടെ മേലും ദൈവശക്തി ഇറങ്ങി. കരമടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. സ്പിരിറ്റ് ഓഫ് മൈറ്റ് വെളിപ്പെടുകയാണ്. ശക്തിയുടെ ആത്മാവ് ഈ ശക്തിയുടെ ആത്മാവാണ് അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നത്, അടയാളങ്ങൾ വെളിപ്പെടുത്തുന്നത്, ഡെലിവറൻസുകൾ വെളിപ്പെടുത്തുന്നത്, സൗഖ്യങ്ങളെ കൊണ്ടുവരുന്നത്. സ്പിരിറ്റ് ഓഫ് മൈറ്റ് നമുക്കിന്നത് ആവശ്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, അനേകം ആളുകൾ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് ആ മന്ത്രവാദ ഗ്രന്ഥച്ചുരുളുകളൊക്കെ എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി. 20ാമത്തെ വചനം എന്താ പറയുന്നത്? അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും വിപുലമായി കൊണ്ട് സഭ ശക്തിപ്പെടുകയ, സഭ അതിവേഗം വളരുകയ, അനേകർ സഭയിലേക്ക് ആകർഷിക്കപ്പെടുകയ. അങ്ങനെ സഭ വളരാൻ തുടങ്ങി. കർത്താവിന്റെ വചനത്തിന് വിപുലമായ പ്രചാരമുണ്ടായി. അതിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. ഇതാണ് ഈ ആധുനിക സഭയ്ക്കും ആവശ്യം. ഇത് വെളിപ്പെടുമ്പോൾ, ഇത് സംഭവിക്കുമ്പോൾ ജനമാനസാന്തരപ്പെടും, ജനസഭയിലേക്ക് ആകർഷിക്കപ്പെടും, സമർപ്പണങ്ങൾ വർദ്ധിക്കും, ദൈവവിളികൾ വർദ്ധിക്കും, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും, സമർപ്പിതരും വൈദികരും എംപവർ ചെയ്യപ്പെടും, നവീകരിക്കപ്പെടും. സഭയിൽ ആകമാനം ആനന്ദത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും സമൃദ്ധി ഉണ്ടാകും. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ. ഇതാണ് പെന്തക്കോസ്ത് നമുക്ക് തരുന്നത്. ഇതാണ് പെന്തക്കോസ്ത് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, 2023 ഈ പെന്തക്കോസ്ത നമുക്ക് ഈ ഒരു അനോയിന്റിങ്ങിലേക്ക്, ഈ ഒരു കൃപയിലേക്ക് നമ്മളെ നയിക്കുന്നതാകട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഇന്നു മുതൽ പരിശുദ്ധാത്മാവിന്റെ നൊവേന ചൊല്ലി അനുതപിച്ച്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച് എല്ലാം ഓർത്ത് അനുതപിച്ച്, നന്നായി കുമ്പസാരിച്ച്, പ്രസാദപരത്തിലായിരുന്ന് പെന്തക്കോസ്ത് തിരുനാളിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഞാൻ ഉറപ്പ് പറയുന്നു, നമ്മൾ യോഗ്യതയോട് ഒരുങ്ങിക്കഴിഞ്ഞാൽ ഈ നവമായ ശക്തി, ഈ അനോയിന്റിങ്, ഈ അതിസ്വാഭാവിക കൃപകൾ കർത്താവ് നമ്മളിലേക്ക് പകരും, നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകരും, നമ്മുടെ സഭയിലേക്ക് പകരും. കാരണം നമ്മെ വിളിച്ച കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. വിശ്വസ്തനായ ദൈവം. നമുക്ക് വിശ്വസിക്കാം. തുറന്നുള്ള ദിനങ്ങളിൽ നിങ്ങൾ അനേകരുടെ പങ്കുവെക്കുക. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങളെക്കാൾ ഉപരി ആത്മീയമായ ആവശ്യങ്ങൾ, അഭിഷേകത്തിൽ വളരാൻ, പരിശുദ്ധാത്മാവിൽ നിറയാൻ, പരിശുദ്ധാത്മ അനുഭവം നമ്മുടെ മക്കൾക്കുണ്ടാകാൻ
പരിശുദ്ധാത്മ ശക്തിയിൽ നമ്മുടെ കുടുംബങ്ങൾ പൂരിതമാകാൻ, നമ്മുടെ സഭ ഉണരാൻ, നമ്മുടെ സമൂഹങ്ങളെല്ലാം ആത്മാവിൻ്റെ ശക്തിയിൽ ഉണർത്തപ്പെടുവാൻ നിയോഗങ്ങൾ നിങ്ങൾ അയക്കുക. ഇവിടെ 24 മണിക്കൂറും പരിശുദ്ധ കുർബാനയുടെ ആരാധനയുണ്ട്. ഷെക്കേന ഈ മീഡിയ കോംപ്ലക്സിൽ ഒന്നിച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മൾ വിശ്വസിച്ചാൽ, നമ്മൾ സഹകരിച്ചാൽ അത്ഭുതങ്ങൾ ഇന്നും കർത്താവ് പ്രവർത്തിക്കാൻ ശക്തനാണ്. നിങ്ങൾ അനേകരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയണം. അടുത്ത ദിനങ്ങളിൽ ഷെക്കൻ ന്യൂസിലൂടെ ഇന്ത്യൻ സമയം രാത്രി 9 മുതൽ 10 വരെ ഡുനാമിസ് പവർ എന്ന പേരിൽ ഈ പെന്തക്കോസ്തയ്ക്ക് ഒരുക്കമായിട്ടുള്ള ധ്യാന ശുശ്രൂഷകൾ നടക്കുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ഈ കാലഘട്ടത്തിന് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള ജ്ഞാനവും കൃപയും ലഭിക്കാൻ നിങ്ങളേവരുടെയും പ്രാർത്ഥന ഈശോയുടെ നാമത്തിൽ ചോദിക്കുകയാണ്. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് എല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്നു. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്നു. മുട്ടുകുത്തി നിൽക്കുന്നു. ഇരുകരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തുറന്നു പിടിച്ച് നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ്. Thank you, Holy Spirit. Thank you, Holy Spirit. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ, മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ, മാറത്ത് പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. കരങ്ങൾ യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച് ആരാധന ആരാധന ആരാധന. ഈശോയേ, ഇരുകരങ്ങളും ഉയർത്തി രാജാതി രാജാവായ നമ്മുടെ കർത്താവിനെ വിളിച്ചു വിളിക്കുന്നു. ആരാധന, ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, സർവശക്തനെ ആരാധന. ആരാധന, ആമേൻ, ആമേൻ, ആമേൻ. ആരാധന, ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലെ ഭയഭക്തി ആദരവോടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇരുകരങ്ങളെ അൾത്താരയിലേക്ക് തുറന്നു പിടിച്ച് നമ്മൾ പെന്തക്കോസ്തയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധനായ ജോൺ 23-ാമൻ മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ സുനകദോസ് വിളിച്ചു കൂട്ടുന്നതിന് മുൻപ് സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഒരു പുതിയ ബന്ധക്കൊസയായി ഒരു പുതിയ പെന്തക്കോസ്തയായി ഞങ്ങളുടെ നാളുകളിൽ ഞങ്ങളുടെ നാളുകളിൽ ആവർത്തിക്കണമേ. ആവർത്തിക്കണമേ. ഒന്നിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ അത്ഭുത പ്രവൃത്തികൾ ഒരു പുതിയ ബന്ധക്കൊസയായി ഒരു പുതിയ പെന്തക്കോസ്തയായി ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ സഭയിൽ ആവർത്തിക്കണമേ. ആവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ അത്ഭുത പ്രവൃത്തികൾ ഒരു പുതിയ ബന്ധക്കൊസയായി ഒരു പുതിയ പെന്തക്കോസ്തയായി ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ കൂട്ടായ്മകളിൽ സമൂഹങ്ങളിൽ സമൂഹങ്ങളിൽ ആവർത്തിക്കണമേ. ആവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കാലഘട്ടത്തിന് ആവശ്യമായ വിധത്തിൽ കാലഘട്ടത്തിന് ആവശ്യമായ വിധത്തിൽ അഭിഷേകം നൽകണമേ. അഭിഷേകം നൽകണമേ. ഈ തലമുറയ്ക്ക് ആവശ്യമായ അളവിൽ ഈ തലമുറയ്ക്ക് ആവശ്യമായ അളവിൽ അഭിഷേകം പകരണമേ. അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. ആദിമ സഭയുടെ ആദിമസഭയുടെ ചൈതന്യത്തിലേക്ക് ചൈതന്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മശക്തി, പരിശുദ്ധാത്മാനുഭവം, പരിശുദ്ധാത്മാനുഭവം, പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മ കൃപാവരങ്ങൾ, പരിശുദ്ധാത്മകൃപാവരങ്ങൾ, ആത്മാവേ, ആത്മാവേ, ചങ്ക് തുറന്ന് വിളിച്ചേ. ആത്മാവേ, ആത്മാവേ, വീണ്ടും ഞങ്ങളിൽ വീണ്ടും ഞങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കണമേ, ഉജ്ജ്വലിപ്പിക്കണമേ, ഉജ്ജ്വലിപ്പിക്കണമേ. ഉജ്ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകരാജ്യങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, എല്ലാ ജനതകളിലേക്ക് എല്ലാ ജനപദങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പെന്തക്കോസ്തയുടെ കാറ്റായി പെന്തക്കോസ്തയുടെ കാറ്റായി ആഞ്ഞടിക്കണമേ. ആഞ്ഞടിക്കണമേ. പെന്തക്കോസ്തയുടെ തീയായി പെന്തക്കോസ്തയുടെ തീയായി കത്തി പടരണമേ. പടരണമേ. ദേശദേശാന്തരങ്ങളുടെ മേൽ, ദേശദേശാന്തരങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, സമർപ്പിത സമൂഹങ്ങളുടെ മേൽ, സമർപ്പിത സമൂഹങ്ങളുടെ മേൽ, എല്ലാ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ എല്ലാ ശുശ്രൂഷ മണ്ഡലങ്ങളിലും പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ, എപ്പോഴും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുവാൻ, എപ്പോഴും പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുവാൻ, പരിശുദ്ധാത്മ ശക്തിയെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മശക്തിയെ വെളിപ്പെടുത്തുവാൻ, കർത്താവായ യേശുവേ കർത്താവായ യേശുവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. യുവജനങ്ങൾ അഭിഷേകം ചെയ്യണമേ. യുവജനങ്ങളെ അഭിഷേകം ചെയ്യണമേ. സമർപ്പിതരെ സന്യസ്തരെ അഭിഷേകം ചെയ്യണമേ. സമർപ്പിതരെ സന്യസ്തരെ അഭിഷേകം ചെയ്യണമേ. എല്ലാ വന്യവൈദികരെയും എല്ലാ വന്യവൈദികരെയും പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തണമേ. സഭ മുഴുവനിലും സഭ മുഴുവനിലും പെന്തക്കോസ്തയുടെ കാറ്റടിക്കട്ടെ. പെന്തക്കോസ്തയുടെ കാറ്റടിക്കട്ടെ. കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കേ. ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അത്ഭുത ശക്തി ഒഴുകുന്നു. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നൽകണം പരിശുദ്ധാത്മാവേ. കൃപാവരങ്ങള്, അഭിഷേക ശക്തികള്, പരിശുദ്ധാത്മ സാന്നിധ്യം, പരിശുദ്ധാത്മ ശക്തി, ദിവ്യ കാരുണ്യത്തിൽ നിന്ന് അനേകം വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, സഭാ കൂട്ടായ്മകളിലേക്ക്, ലോകം മുഴുവനിലേക്ക് ഇതാ പകരപ്പെടുന്നു. സ്വീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ വിളിക്കുന്നു ആത്മാവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സാധിക്കുന്നവർ കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച്, കൈകൾ പരസ്പരം കോർത്തു പിടിച്ച് ആദിമ സഭയുടെ ചൈതന്യത്താൽ ഇന്നത്തെ സഭ നിറയപ്പെടുവാൻ, നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുവാൻ നമ്മൾ ഒന്നിച്ചു പാടി പ്രാർത്ഥിക്കുന്നു. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാലാനി തന്നിടണേ, തന്നിടും നിന്നെ പൂർണ്ണമായി ഇന്ന് നാദാനി ആഗ്രഹത്തോടെ കർത്താവിനോട് പറഞ്ഞേ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാനി തന്നിടണേ, തന്നിടും നിന്നെ പൂർണ്ണമായി ഇന്ന് നാദാനി സന്നിധിയിൽ.
പെന്തക്കോസ്ത നാളിൽ ശക്തമായി വീശി ആത്മാവിൻ കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുക. സഭ മുഴുവനിലും, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ നാളിൽ ശക്തമായി വീശി ആമേൻ. ആത്മാവിൻ കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഓർത്തുപിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പണ്ടത്തെ പോലെ നല്ലൊരു കാലം ആദാനി തന്നിടണേ. സഭയ്ക്ക് നൽകണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ, കൂട്ടായ്മകൾക്ക് നൽകണമേ. നാദാനിൻ സന്നിധിയിൽ ഓർത്തിപ്പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ അഭിഷേകത്തിനായി ഒരു മനസ്സോടെ ഒറ്റ വിളി, യേശുവേ, ഈശോയേ, ഒന്നിച്ച് വിളിച്ച ഈശോ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു ഈശോയേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു ഈശോയേ. പകരുക, പകരുക കുടുംബങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക് ഈ അഭിഷേകം പകരുക. നന്ദി, 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 നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഡുനാമിസ് പവർ ധ്യാനം, പെന്തക്കോസ്തയ്ക്ക് ഒരുക്കമായിട്ടുള്ള ധ്യാന ശുശ്രൂഷയുടെ ആദ്യ ദിനം നമ്മൾ കർത്താവിനെ സമർപ്പിക്കാൻ പോവുകയാണ്. അടുത്ത 9 ദിനങ്ങൾ പരിശുദ്ധാത്മാവ് ഒരുക്കിയിരിക്കുകയാണ്. നിങ്ങൾ അനേകരുടെ ശുശ്രൂഷ പറയണം. ഷെക്കൻ ന്യൂസിൽ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയുടെ സമയം അതെല്ലാം സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് സ്ക്രീനിലൂടെ. നിങ്ങൾ അനേകരോട് പറഞ്ഞ് കുടുംബമായി നിങ്ങൾ പങ്കുകൊള്ളണം. എന്തൊക്കെ ജോലികളും തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റിവെച്ച് ഇനിയുള്ള 9 ദിനങ്ങൾ ഉത്സാഹത്തോടെ തീഷ്ണതയോടെ കടന്നു വന്ന് കുടുംബങ്ങളും സമൂഹങ്ങളും ഒന്നിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒപ്പം നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഷെക്കൻ ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പെന്തക്കോസ്തയുടെ ശക്തിയാൽ ഈ മാധ്യമ ശുശ്രൂഷ നിറയപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ തിരുസഭയ്ക്കും പൊതുസമൂഹത്തിനും അനുഗ്രഹമായി ഷെക്കൻ ന്യൂസ് വളരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒപ്പം ശാലോമിന് വേണ്ടി, ഗുഡ്നസ്സിന് വേണ്ടിയും സഭയിൽ മറ്റെല്ലാ മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതെല്ലാം പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കപ്പെടട്ടെ. നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ നിങ്ങൾ നൽകണം. നമ്മുടെ ഒത്തിരി ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, നമുക്കറിയാം. നമുക്കറിയാം ഒരുപാട് ഞെരുക്കം നമുക്ക് കേരളത്തിലുണ്ട്. നമ്മുടെ കുടുംബങ്ങളും നമ്മൾക്ക് പലപ്പോഴും ഒത്തിരി കഷ്ടപ്പാടിലാണ്. ആ ഒരു വലിയ ഞെരുക്കം ഷെക്കൻ ന്യൂസിനുമുണ്ട്. നമുക്ക് പരസ്യങ്ങളോ മറ്റു വരുമാന മാർഗങ്ങളിലോ ഒന്നും തന്നെ നമുക്കില്ല. ഈശോയെ സ്നേഹിക്കുന്ന സാധാരണക്കാരിലൂടെയാണ് പരിശുദ്ധാത്മ ശുശ്രൂഷ കൊണ്ടുപോകുന്നത്. സഹോദരങ്ങളെ, ഇല്ലായ്മയുടെ നടുവിലും കഴിയുന്നത് പോലെ നിങ്ങൾ പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. ഇനിയും അനേകർ മുന്നോട്ട് വന്ന് ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങ് തരണം. സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും വേണ്ടി നമ്മളിതിനെ നിലനിർത്തണം. നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാ നിയോഗങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ കൃപയും അഭിഷേകവും ധാരാളമായി പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. സഭ മുഴുവൻ പെന്തക്കോസ്തയുടെ കാറ്റടിക്കുവാൻ അവിടുത്തെ സഭയോട് കരുണ കാണിക്കണമേ. അവിടുത്തെ കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ. അവിടുത്തെ കൂട്ടായ്മകളോട് കരുണ കാണിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ
ദിവ്യകടാക്ഷം ഈശോയേ തൂകണമേ വത്സല സുതരേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നിർമ്മലരാം ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മൾ ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, നന്ദി, നന്ദി കർത്താവേ. തുറന്നിടണമേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. നവമായ അഭിഷേകം പകരണമേ ഈശോയെ. ഹല്ലേലൂയ, 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 അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഈശോയെ, ആശീർവദിക്കുന്നതിനെ ഓർത്ത്, ആരാധന ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, ഈശോയെ, ഞങ്ങളിലേക്ക് പകരുന്ന അഭിഷേകത്തിനെ ഓർത്ത് ആമേൻ. നന്ദി കർത്താവേ. ഈശോയെ, പെന്തക്കോസ്തിനായി ഒരുങ്ങി പ്രാർത്ഥിക്കുവാൻ, ഈശോയെ, അങ്ങ് പകരുന്ന അഭിഷേകം സ്വീകരിക്കുവാൻ ഈശോയെ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നന്ദി, നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.